ആകാശത്ത് നിന്ന് നോക്കിയാൽ കുരിശിൻ്റെ രൂപമുള്ള പള്ളി, പാലാ രൂപതയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളി, ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഗീവർഗീസ് പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അരുവിത്തറ പള്ളിക്ക്. നമുക്ക് അരുവിത്തറ പള്ളിയിലെ 2024 പെരുന്നാളിൻ്റെ ചില കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള അരുവിത്തറ പള്ളിയുടെ കാഴ്ചകളിലേക്കും പിന്നെ ഈ പെരുന്നാൾ കൂടാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഇന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണ്. കേരളത്തിലെ ഗീവർഗീസ് പുണ്യാളൻ്റെ പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ അരുവിത്തറപ്പള്ളിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അരുവിത്തറപ്പള്ളിയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് നല്ല കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ. ഇന്ന് നമ്മൾ ഏപ്രിൽ 23-ാം തീയതിയാണ്, അതായത് മെയിൻ പെരുന്നാൾ നാളെയാണോ, ഏപ്രിൽ 24-ാം തീയതിയാണ്. നമ്മൾ അതിൻ്റെ തലേദിവസത്തുള്ള തിരുസ്വരൂപ പ്രതീക്ഷയൊക്കെ ഉള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അരുവിത്തറപ്പള്ളിയുടെ കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. പശ്ചിമഘട്ട മേഖലയായ വാഗമൺ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് 78 കിലോമീറ്റർ ഒഴുകി വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന മീനച്ചിലാറിൻ്റെ തീരത്ത് കോട്ടയത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള ഈരാറ്റുപേട്ടയിലെ അരുവിത്തറയിലുള്ള കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നായ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി അഥവാ അരുവിത്തറപ്പള്ളി. ചില പ്രാദേശിക പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തോമാശ്ലീഹ സ്ഥാപിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന 7 പള്ളികളിലെ അരപ്പള്ളിയാണിതെന്നും കരുതുന്നവരുണ്ടായിരുന്നു. AD 151 നൂറ്റാണ്ടിലാണ് ഈ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. പുരാതന ക്ഷേത്ര മാതൃകയിൽ കരിങ്കല്ലിൽ പണിതിരുന്ന ഈ പള്ളി മർത്താ മറിയമിൻ്റെ നാമത്തിലുള്ളതായിരുന്നു. അക്കാലത്ത് ഈ പ്രദേശം ഇരപ്പുഴ, ഇരപ്പേലി തുടങ്ങിയ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 14-ാം നൂറ്റാണ്ടിൽ നിലക്കൽ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക് കുടിയേറിയ ക്രൈസ്തവർ പേർഷ്യൻ ശില്പകലാ മാതൃകയിലുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപം കൂടെ കൊണ്ടുവന്നു. ഈ തിരുസ്വരൂപം അരുവിത്തറ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി മർത്താ മറിയമിൻ്റെ നാമധേയത്തിലുണ്ടായിരുന്ന ഈ ദേവാലയം വിശുദ്ധ ഗീവർഗീസിൻ്റെ പള്ളിയായി അറിയപ്പെടുകയും ഇടവകയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിശ്വാസികൾക്കിടയിൽ വിശുദ്ധ ഗീവർഗീസ് അരുവിത്തറ വെല്ലിച്ചനായി മാറുകയും ചെയ്തു. ഈ സെൻറ്റ് തോമസ് മാമോദീസ സ്വീകരിച്ച ഒരു കൂട്ടം ക്രിസ്ത്യാനികളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. പാലാ രൂപതയിലെ എല്ലാ പള്ളികൾക്കും അരുവിത്തറ പള്ളിയിൽ നിന്ന് സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകമുണ്ട്. പാല, ഭരണങ്ങാനം, പ്ലാസനാൽ, പൂഞ്ഞാർ, തിടനാട്, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ അരുവിത്തറ പള്ളിയുടെ കീഴിലായിരുന്നു. നമ്മൾ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പണ്ട് കാലത്ത് ഏറ്റവും പഴക്കം ചെന്ന പള്ളികൾ മർത്താ മറിയമിൻ്റെ നാമധേയത്തിലായിരുന്നു. അതിൽ അരുവിത്തറ പള്ളിയും 13-ാം നൂറ്റാണ്ട് വരെ മർത്താ മറിയമിൻ്റെ പേരിലായിരുന്നു. പ്രധാന ആൾത്താരയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ മേരിയുടെ പ്രതിമ ഈ വസ്തുതയുടെ വ്യക്തമായ തെളിവാണ്. ഇനി പള്ളിയുടെ മുമ്പിൽ കൂടെയുള്ള വഴിക്കൂടെ ഏകദേശം 1 കിലോമീറ്ററോളം പോയാൽ നമുക്ക് വെല്ലിച്ചമല എത്താം. അപ്പം നമുക്ക് വെല്ലിച്ചമലയിൽ പോയിട്ട് വെല്ലിച്ചമലയുടെ കാഴ്ചകൾ കണ്ടൊന്ന് കാണാം കേട്ടോ. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അവിടെ. അപ്പോൾ നമുക്ക് നേരെ വെല്ലിച്ചമലയിലേക്ക് പോകാം. പള്ളിക്ക് മുകളിലിരിക്കുന്ന ക്രിസ്തുരാജൻ്റെ പ്രതിമയ്ക്ക് 15 അടി ഉയരമുണ്ട്. ഈ പള്ളിയുടെ മുകളിൽ നിന്ന് കണ്ടോ, നമ്മുടെ അങ്ങ് ദൂരെ കാണുന്ന കുരിശ് കണ്ടോ, അതാണ് നമ്മുടെ വെല്ലിച്ചമല. വെല്ലിച്ചമലയിലിരുന്ന് നോക്കിയാൽ ഈ ഈരാറ്റുപേട്ട പട്ടണത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മലയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. വെല്ലിച്ചമലയ്ക്ക് നടന്നു പോണവർക്ക് ഈ വഴി പോകാം കേട്ടോ. ഇതാണ് അരുവിത്തറ വെല്ലിച്ചമലയ്ക്കുള്ള നടന്നു പോകുന്ന വഴി. നമ്മൾ നടന്ന് കയറേണ്ട അവിടെ നിന്ന് ഒരു 500 മീറ്റർ കൂടെ മുന്നോട്ട് പോയിട്ട് ഇടത്തേക്ക് പോയാൽ നമുക്ക് മുകളിൽ വരെ കാറിൽ യാത്ര ചെയ്ത് പോകാം കേട്ടോ. വെല്ലിച്ചമലയുടെ തൊട്ടടുത്ത് വരെ നമുക്ക് കാറിൽ പോകാൻ പറ്റും. വണ്ടി കൊണ്ട് വന്നാൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടി കാണാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പാർക്കിങ്ങിനുള്ള. പള്ളി മുറ്റത്ത് വാഹനങ്ങൾ പ്രവേശിക്കാൻ ഏകദേശം. ഇതാണ് പള്ളി. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു മലയ്ക്ക് കൊണ്ടൂർമല എന്ന നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കൽ നിന്ന് കൊണ്ടുവന്ന സെൻറ്റ് ജോർജിൻ്റെ വിശുദ്ധമായ പ്രതിമയാണ് ഈ ദേവാലയത്തിലുള്ളത്. കുരിശിരിക്കുന്ന കുന്നിന് അരുവിത്തറ വെല്ലിച്ചൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട് വെല്ലിച്ചൻ മലയായി. ഈ കുരിശിന് ഏകദേശം 107 അടി ഉയരമുണ്ട്. അനേകം ഹൃദയങ്ങളിൽ യേശുവിലുള്ള വിശ്വാസം ജ്വലിപ്പിച്ച സെൻറ്റ് തോമസിൻ്റെയും സെൻറ്റ് ജോർജിനെയും പോലെ രക്ഷയുടെ ദിവ്യ അടയാളമായ കുരിശ് കുന്നിന് മുകളിൽ നിന്ന് നഗരത്തെ അഭിമുഖീകരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു വിളക്കുമാടം പോലെ തിളങ്ങുന്നതാണ് ഈ കുരിശ്. നാടിൻ്റെ മൊത്തം ഉത്സവമാണ് ഒരു പെരുന്നാൾ.
അപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയുന്ന ഒരു കാലഘട്ടത്തിൽ. അന്ന് പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും കൂടാൻ ഒരുപാട് കൊതിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോഴത്തെയൊക്കെ പിള്ളേർ ഇവിടുന്ന് മാറി നിൽക്കുന്നവരും, അതായത് അവർക്കൊക്കെ ഈ പള്ളിയുടെ പെരുന്നാളൊക്കെ ഒരുപാട് മിസ്സാവുന്നുണ്ടാവും. അപ്പം അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. ഇവിടെ വന്ന സമയത്ത് ഇവിടെ മൊത്തം മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇനി പെരുന്നാൾ മിക്കവാറും പ്രദക്ഷിണമൊക്കെ ഇറങ്ങുമ്പോഴത്തേനും മഴയത്ത് മൊത്തം കുളിക്കുന്നു. എന്തായാലും മഴയൊക്കെ മൊത്തം മാറിയിരിക്കുന്നു. ഇത് പ്രദക്ഷിണമൊക്കെ ഇറങ്ങണ സമയം കേട്ടോ. ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേനും പ്രദക്ഷിണം ഇറങ്ങുമായിരിക്കും. അപ്പോൾ എന്തായാലും ഈരാറ്റുപേട്ടയുടെ മൊത്തം ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ അരുവിത്തറ പള്ളിയുടെ ഈ ഒരു തിരുനാൾ എന്ന് പറയുന്നത്. ഇറങ്ങാൻ വേണ്ടി പോകാട്ടോ. എനിക്ക് ഈ പള്ളി പെരുന്നാളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അവർ കറക്റ്റ് സമയത്ത് 6:30 പ്രദക്ഷിണം ഇറങ്ങാമെന്ന് വെച്ചാൽ കറക്റ്റ് 6:30 ഇറങ്ങിയിരിക്കും കേട്ടോ. സമയത്തിൻ്റെ ഒരു കാര്യത്തിൽ അത് വളരെ മുന്നിലാണ്. സമയം ഇപ്പോഴത്തെ കാലത്ത് വളരെ വിലപ്പെട്ടാണ്. അപ്പോൾ നിങ്ങളൊരു പരിപാടി കറക്റ്റ് സമയത്ത് തുടങ്ങുകയെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ വൈകിക്കാം. അതിൽ കൂടുതൽ ഒരിക്കലും വൈകിപ്പിക്കരുത്. അറിയിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ രാത്രി പ്രദക്ഷിണം എന്നറിയപ്പെടുന്ന തിരുനാളിന്റെ 2ാം ദിനത്തിലെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഇവിടെ ആദ്യം പണിത പള്ളിയെക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. 2ാമത്തെ പള്ളി ഒരു ക്ഷേത്രത്തിനെ മാത്രമല്ല നിർമ്മിച്ചത്. 3ാമത്തെ പള്ളി ഒരു പോർച്ചുഗീസ് മാതൃകയിലാണ് നിർമ്മിച്ചത്. 3ാമത്തെ പള്ളിയുടെ അൾത്താര ഇപ്പോഴും ഈ പള്ളിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 1951 ഇപ്പോഴത്തെ പള്ളി പണി കഴിപ്പിച്ചത്. പള്ളിയുടെ മുന്നിലുള്ള മണിമാളികയ്ക്ക് ഏകദേശം 120ഓളം അടി ഉയരമുണ്ട്. നമ്മുടെ അരുവിത്തറ വല്യച്ഛനെ ഇറക്കുന്ന ഒരു പ്രദക്ഷിണമാണ് നമ്മളിന്ന് ഇപ്പോൾ കാണുന്നത്. എത്ര ഭംഗിയായിട്ടാണ് പള്ളി അലങ്കരിച്ചേക്കുന്നത്. ഇങ്ങനെ ദൂരെ കാഴ്ചകൾ എത്ര ഭംഗിയാണ്. അത് അരുവിത്തറ വല്യച്ഛൻ അവിടം വരെ എത്തിയിട്ടോ. ഈ ഒരു പെരുന്നാളിൻ്റെ പ്രദക്ഷിണം പോകുന്നത് തന്നെ ഒരു ഓർഡറിലാണ്. ആദ്യം മരക്കുരിശുമായിട്ട് പോകും. അതിൻ്റെ തൊട്ട് താഴെ മുത്തുക്കുടി ഉണ്ടാവും, പിന്നെ ചെണ്ടമേളം ഉണ്ടാവും, പിന്നെ പൊന്നും കുരിശുണ്ടാവും, പിന്നെ ഒരു ബാൻഡ് മേളം ഉണ്ടാവും, പിന്നെ പ്രസിദ്ധന്തിമാർ തിരികളുമായി പോവും. അതിനുശേഷം ബാൻഡ്, പിന്നെ ഈ വല്യച്ഛൻ്റെ തിരുസ്വരൂപം കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം തന്നെ ആലവട്ടം ഉണ്ടാവും. പിന്നെ വിശുദ്ധ തോമാസ് ലീഗയുടെ തിരുശേഷിപ്പുമായിട്ട് വൈദികർ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമം. ഒരു പ്രാവശ്യം അരുവിത്തറ പള്ളിയുടെ പെരുന്നാൾ കൂടിയിട്ടുള്ള ഒരാൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു പെരുന്നാൾ സമയത്ത് വീണ്ടും വരാതിരിക്കില്ല. കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനെ ദൈവത്തോടടുപ്പിക്കുന്ന കാഴ്ചകളാണുള്ളത്. ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പല വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ക്ഷമിക്കുക. അപ്പം അരുവിത്തറ വല്യച്ഛനങ്ങളുടെ ദൈവപ്രദക്ഷിണം പോവാണ്, റോഡ് ക്രോസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നാട്ടിലെ കാഴ്ചകളും പള്ളികളും ഉത്സവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്, ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ല കാഴ്ചകളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.